ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലെ അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ വേലു ആണെങ്കിൽ അമലുവിനെ പറയണ്ട, അമലു നീ നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ്. വേലുവേട്ടന് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് നമുക്കൊരു സെൽഫി എടുക്കാം. നമ്മുടെ രണ്ടുപേരും സെൽഫി എടുക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ നാളെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിരണിന് തിങ്കളാഴ്ച കിരണിന് ഒരു ഫോം വരുവാ കേട്ടോ. കിരൺ ഫോൺ എടുക്കുമ്പോഴേക്കും നമ്മുടെ ദിലീപിന്റെ കൂട്ടുകാരനാണ് കിരണിനെ വിളിക്കുന്നത്. ഹലോ, ഇത് കിരണേട്ടനല്ലേ? അതെ, ആരാ? ഞാൻ ഇന്നലെ വന്നില്ലേ ദിലീപിന്റെ കൂടെ, ദിലീപിന്റെ ഫ്രണ്ട് ആണ്. ആ, പറഞ്ഞോളൂ. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നമോ? അതെ, നിങ്ങളിപ്പോ ഓഡിറ്റോറിയത്തിലേക്ക് പോകണ്ട കേട്ടോ. എന്താ കാര്യം? അല്ല, ചേട്ടൻ ഇപ്പൊ എല്ലാവരുടെയും കൂടെയാണ് അവിടെ നിൽക്കുന്നത്? അല്ല, ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അതെ, ദിലീപിന്റെ അച്ഛന് ഒരു അപകടം പറ്റി, ഇവിടെ ഹോസ്പിറ്റലിന്റെ ICU പ്രവേശിപ്പിച്ചിരിക്കുക. ഏത് ഹോസ്പിറ്റലാ? ഇവിടെ സിറ്റി ഹോസ്പിറ്റൽ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം. പിന്നെ അവിടെ ഇപ്പൊ വേറെ അർത്ഥം പറയണ്ട എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് കിരൺ വേഗം തന്നെ അവിടെ നമ്മൾ പോവാട്ടോ. കിരൺ ഓടി പോകുമ്പോഴേക്കും കല്യാണിക്ക് എന്തോ സംശയം തോന്നുവാണ്. ഈ കിരണേട്ടൻ ഈ സമയത്ത് എവിടേക്കാ പോയത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ വേലു ചോദിക്കുന്നുണ്ട്, കല്യാണി മാഡം, ഈ കിരൺ സാർ എവിടെയാ പോയത്? അറിയില്ല, ഒരു ഫോൺ വന്നു, പെട്ടെന്ന് പോവായിരുന്നു. ഇനി ഗംഗപ്രസാദ് അങ്ങനെ വന്നിട്ട് അങ്ങനെ എന്തിലായിരിക്കോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞാനേ, ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയാനേ. ഇത് ഒറ്റക്ക് പോയപ്പോ എനിക്കെന്തോ വലത് പേടി പോലെ തോന്നുന്നു. അത് സാരില്ല കല്യാണി മാഡം, ഞാൻ കിരൺ സാറിനെ കുറച്ചുമ്പോ വിളിച്ചു നോക്കാം, പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് വേലു. ആ സമയത്ത് കിരൺ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തണം. ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ദിലീപ് ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കാട്ടോ. എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ പോയി എന്ന് പറഞ്ഞ് കരയാണ്. അച്ഛൻ പോയെന്നോ? അങ്കിളിന് ഒരു കുഴപ്പം ഇന്നലെ വരെ ഉണ്ടായില്ലല്ലോ? അറിയില്ല, രാവിലെ അമ്മ ചായ കൊടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോയപ്പോഴേക്കും അച്ഛൻ എഴുന്നേക്ക് നിലമ്പണ്ട് ബഹളം കേട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത്. ആ സമയത്താണ് ഇങ്ങനെ അച്ഛൻ അനക്കില്ലാണ്ട് കിടക്കണത് കണ്ടത്. നോക്കിയപ്പോഴേക്കും പൾസ് കിട്ടുന്നുണ്ടായില്ല. ഇവിടെ ഇപ്പൊ ഡോക്ടർ രാത്രി തന്നെ മരിച്ചു എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. ഈശ്വരൻ, ഇപ്പൊ എന്ത് ചെയ്യും എന്ന് കിരണോ ആകെ വിഷമിച്ചിരിക്കുമ്പോ ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. കിരൺ എത്തിയോ? ഡോക്ടർ, എന്താ സംഭവിച്ചത്? കിരൺ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് കിരണ മാറ്റി നിർത്താണ്. എന്താ ഡോക്ടർ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോ, അതെ, ഇവിടെ വരുന്നതിന് മുമ്പ് ആള് മരിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ചിട്ട് ഒരു 5-6 മണിക്കൂർ നേരത്തെ കഴിഞ്ഞായിരുന്നു എന്ന് പറയാണ്. 5-6 മണിക്കൂർ കഴിഞ്ഞെന്നോ? അതെ, അദ്ദേഹം കുറച്ച് ആൽക്കഹോളിക് ആയിരുന്നു, പക്ഷെ അതുകൊണ്ടൊന്നല്ല മരണം സംഭവിച്ചത്. എന്താ ഡോക്ടർ മരിക്കാൻ കാരണം? ഹൃദയത്തിന് കംപ്ലൈന്റ് ഉള്ള ആളായിരുന്നു. പിന്നെ മരിക്കാൻ കാരണം ശ്വാസം മുട്ടലാണോ എന്ന് സംശയമുണ്ട്. അതും ചെറിയൊരു സംശയമുണ്ട്, എനിക്ക് വല്ല കൊലപാതക ശ്രമമാണെന്ന്. ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞത്? പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നുണ്ട്, അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്കറിയാം എന്ന് പറയാണ്. ഇപ്പൊ എന്തായാലും ഇത് ആരോടും പറയണ്ട, ഇപ്പൊ ആകെ വിഷമിച്ചിരിക്കല്ലേ. ഇന്ന് കല്യാണ ദിവസവും കൂടി ആയിരുന്നല്ലോ. ചന്ദ്രസേനൻ സാർ ദേ ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടി പോകുമായിരുന്നു. ഇനിയിപ്പോ ചന്ദ്രസേനൻ സാറിനോട് പറഞ്ഞേക്ക് ഇനി പുറപ്പെടുമെന്ന് വേണ്ടെന്ന്, ഞാൻ വന്നോളാം. എന്തായാലും കിരൺ ഇപ്പൊ ഈ കാര്യം അടുത്തും പറയണ്ട. ഈ ശ്വാസമുട്ടല് ശ്വാസതടസ്സം എല്ലായിടത്തും പറഞ്ഞാൽ മതി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാം എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. കിരണിന് എന്ത് ചെയ്യണം എന്നറിയില്ല. ദിലീപിനോട് പറയുന്നുണ്ട്, ദിലീപ് നീ വീട്ടിൽ പോയിട്ട് അമ്മേനെ പറഞ്ഞ എങ്ങനെയൊക്കെ മനസ്സിലാക്കിപ്പിക്ക്, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം എന്ന് പറയാണ്. ശേഷം കിരൺ നേരെ ചന്ദ്രസേന്റെ റൂമിലേക്ക് പോവാണ്. മോനെ, നീ എത്തിയോ? അതെ, ഞങ്ങൾ പുറപ്പെടാൻ പോവായിരുന്നു. അയാൾ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഓടിത്തോയെങ്കിൽ നേരെ ഓഡിറ്റോറിയത്തിൽ വന്നാൽ മതിയല്ലോ. അച്ഛൻ ഓഡിറ്റോറിയത്തിൽ വരണ്ട അച്ഛ. എടാ, എനിക്കൊരു കുഴപ്പമില്ലടാ അച്ഛ, അതുകൊണ്ടല്ല, കല്യാണം നടക്കില്ല. എന്താ നീ പറഞ്ഞ? കല്യാണം നടക്കില്ലെന്നോ? നീ എന്തൊക്കെയാ മോനി പറയണത്? ദിലീപിന്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചെന്നോ? അതെ, ഇപ്പൊ ഇവിടെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഡോക്ടർ കൺഫേം ചെയ്ത് പറഞ്ഞു, മരിച്ചിട്ട് കുറെ മണിക്കൂറായി, രാവിലെ ആയപ്പോഴാ കണ്ടത്. അയ്യോ, ഇത് ഭയങ്കര കഷ്ടമല്ല. ശരിക്കും മരിച്ചത് തന്നെയാണോ? അത് ആരെങ്കിലും? സംശയമുണ്ട് അച്ഛാ, നല്ല സംശയമുണ്ട്. ഇപ്പൊ ആർക്കും ഇത് പറയണ്ട, ഞാൻ വീട്ടിലേക്ക് പോട്ടെ, എല്ലാരും ആഘോഷത്തിലാണ്, ഇത് എങ്ങനെ അവർക്ക് പറയണോന്ന് എനിക്ക് അറിയില്ല അച്ഛാ എന്നൊക്കെ പറയാണ്. സാരില്ല മോനെ, ഇതിനെല്ലാം എന്താ പറയേണ്ടത്? ഞാനിപ്പോ അങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അച്ഛൻ കുഴപ്പമില്ല അച്ഛാ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പിന്നെ കൂടെ രതീഷും ബൈജും കല്യാണത്തിന് വന്ന എല്ലാവരും ഉണ്ടല്ലോ, സമാധാനിപ്പിക്കാൻ കുറെ പേരുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പോയിട്ട് വരാച്ചാ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവാട്ടോ. ആ സമയത്ത് നമ്മുടെ ദിലീപിന്റെ കൂട്ടുകാർ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കാരണം കാര്യം പറയണല്ലോ, പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കണം അച്ഛന്. ആ സമയത്ത് ദിലീപ് വീട്ടിലേക്ക് വരുവാണ്, അമ്മയുടെ കാര്യം പറയണല്ലോ. അപ്പൊ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അമ്മ വേഗം പൊട്ടിക്കരഞ്ഞോണ്ട് ചാടി എഴുന്നേക്കാണ്. എവിടെയുടെ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ദിലീപ് ഇങ്ങനെ കരയണം. അച്ഛൻ പോയമ്മ പറയുമ്പോ, പോയെന്നോ? ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ ദിലീപിനെ പിടിച്ച് മറിച്ചിടുക കേട്ടോ, ഇങ്ങനെ തള്ളിയിടുകയാണ്. ദിലീപ് വീഴുന്നുണ്ട്. അപ്പൊ അയ്യോ, ഇവിടെ പോയി എന്റെ അച്ഛനും കാറിലുണ്ടാവും, നിങ്ങൾ പറയാത്ത നമ്മുടെ കാറിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ദിലീപിന്റെ അമ്മ കേട്ടോ. പൊട്ടിക്കരയുന്നുണ്ട്. ദിലീപിന്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ മുമ്പിൽ വെച്ചിട്ട് അവർ ആൾക്കാരൊക്കെ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മരിച്ചു എന്നുള്ള വാർത്ത എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കിരൺ ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വേലും അതുപോലെ തന്നെ രതീഷൊക്കെ മുമ്പിൽ തന്നെ കേട്ടോ. എന്താ പറ്റിയത്? ഓടിപ്പോയായിരുന്നല്ലോ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, കല്യാണം നടക്കില്ല രതീഷ്. നടക്കില്ലെന്നോ? എന്താ കിരൺ സാറേ പറയണത്? ദിലീപിന്റെ അച്ഛൻ മരിച്ചു. മരിച്ചെന്നോ? അതെ, അത് മരിച്ചു തന്നെയാണോ അതോ കൊലപാതകം? സംശയമുണ്ട്. ഇപ്പൊ ആർത്തൊന്നും പറയണ്ട, ഞാനിത് എങ്ങനെ പോയി പറയും? രതീഷ് പറയണ്ട, ഇപ്പോ കാർത്തികടുത്ത് പറയണ്ട, കല്യാണി അടുത്ത് പറ. കല്യാണി പതുക്കെ നയത്തിലെ ലക്ഷ്മിയമ്മ
ലക്ഷ്മി അമ്മയടുത്തൊക്കെ പറഞ്ഞോളൂന്ന് പറയാണ്. എന്നാലും ഭയങ്കര കഷ്ടമായല്ലോ. അപ്പൊ വേലു പറഞ്ഞിട്ട് അപ്പോ ഇത് അവൻ തന്നെ ചെയ്യണ ചാൻസ്. ഇന്നലെ ആ ദിലീപ് എന്ന് പറഞ്ഞ സാറും കൂട്ടുകാരും ഇവിടെ വന്നപ്പോ അവൻ ആ സമയത്ത് വീട്ടിലെത്തി കാണുമായിരിക്കും. ഞാൻ പറഞ്ഞതാ സൂക്ഷിക്കണോന്ന്. അല്ല പോലീസൊക്കെ ഉണ്ടെന്നല്ലേ സാറ് പറഞ്ഞത്, പിന്നെ എങ്ങനെയാ അവൻ? ഇന്നലെ അവിടെയും പോയി നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ വരാൻ ചാൻസ് ഉണ്ടല്ലേ നമ്മൾ ഇവിടെ നിന്നത്. ദിലീപിന്റെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു. അച്ഛനും അമ്മേനെ അവനെ അപകടപ്പെടുത്തും നമ്മൾ വിചാരിച്ചില്ലല്ലോ സാറേ എന്ന് വേലുവും പറയാണ്. എനിക്ക് അറിയില്ലടാ എന്ത് ചെയ്യണം, ആകെ ശരീരമൊക്കെ തളർന്നു പോവാണ്. കാർത്തികയുടെ അമ്മയുടെ സങ്കടം സഹിക്കാൻ പറ്റില്ല. ഇത്ര നാളും കാർത്തികയുടെ പുറകെ നടന്നിട്ടാണ് ഒരു വിവാഹത്തിന് സമ്മതിപ്പിച്ചെടുത്തത്. അതാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടും ചെയ്തു കാർത്തികക്ക്. ഇനിയിപ്പോ ഈ വിവാഹം നടക്കുമെന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കിരൺ അകത്തേക്ക് പോകണം. അപ്പോഴും കല്യാണി മുമ്പിൽ തന്നെ ഇരിക്കണ്ടേ. കിരണേട്ടാ എന്താ കിരണേട്ടാ? കിരണേട്ടന്റെ മുഖമൊക്കെ എന്താ മാറിയിരിക്കണത്? എന്ത് പറ്റി കിരണേട്ടാ എന്ന് ചോദിക്കണം. അപ്പൊ ആ സമയത്ത് കാർത്തിക പുറകേലുണ്ട് കേട്ടോ. പക്ഷെ ഇവര് കാർത്തികനെ കാണുന്നില്ല. അപ്പൊ കല്യാണി നീ ക്ഷമയോടുകൂടി ഞാൻ പറയണത് കേൾക്കണം. എന്താ കിരണേട്ടാ? കല്യാണം നടക്കില്ല കല്യാണി. കല്യാണം നടക്കില്ലെന്നോ? അതെ കല്യാണി, കല്യാണം നടക്കില്ല. എന്താ കിരണേട്ട, എന്താ കാര്യം? ദിലീപിന്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചെന്നോ? അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ? അതെ കല്യാണി, സംശയമുണ്ട് കൊലപാതകമാണോന്ന്. ഡോക്ടർ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പൊ ആർക്കും പറയണ്ട, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമല്ലോ അപ്പൊ പറയാം. ഇത് എങ്ങനെയാ കല്യാണി ഒന്ന് കാർത്തിക ചേച്ചിയെടുത്ത് പറയാം. അപ്പോഴേക്കും കാർത്തിക പുറകെ നിന്ന് പൊട്ടിക്കരയാട്ടോ. കാർത്തിക അകത്ത് പോയിട്ട് പൊട്ടിക്കരഞ്ഞ അപ്പോഴേക്കും പിന്നെ എല്ലാരും പതുക്കെ ഇങ്ങനെ അറിയാണ്. ലക്ഷ്മിയമ്മ അറിയുന്നുണ്ട്, അമ്മമ്മ അറിയുന്നുണ്ട്, പ്രകാശൻ അറിയുന്നുണ്ട്, വേലു, അമലു, അങ്ങനെ എല്ലാവരും അറിഞ്ഞ എല്ലാവരും ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെയാണ്. ആ സമയത്ത് കാർത്തിക പണ്ട് എനിക്കൊന്ന് പോയി കാണണം. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളത്തൊക്കെ ഈ കല്യാണം വേണ്ടാന്ന്. എനിക്ക് കല്യാണയോഗവും ഇല്ല. എന്തിനാണ് പാവ മനുഷ്യനെ കൊന്നത്? ഞാൻ കാണണോ അയാൾ മരിച്ചത്? കല്യാണിയുടെ അമ്മ മരിച്ചു. ഇപ്പൊ ഞാൻ കാരണം ദിലീപിന്റെ അച്ഛൻ മരിച്ചു. ഇനി എത്ര പേരുടെ ജീവനെ ഞാൻ കാരണം മരിക്കാൻ പോകുന്നത്? എന്നാ ഞാൻ പോയി മരിച്ചാനേലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക കരയാണ്. അപ്പൊ കാർത്തികനെ അത് കൊണ്ട് കാണിക്കണമല്ലോ. പക്ഷെ കാർത്തിക അവിടെ പോയാൽ ദിലീപിന്റെ അമ്മ വെറുതെ വെച്ചേക്കില്ലോ. കാരണം ദിലീപിന്റെ അമ്മക്ക് ഇഷ്ടമല്ല കാർത്തികനിപ്പോ. അതായത് എങ്ങനെയെങ്കിലും കല്യാണം മുടങ്ങിയാൽ മതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാർത്തികയുടെ കഴുത്തിൽ താലിമാല വിടുന്ന സമയത്ത് ദിലീപിന്റെ അമ്മയുടെ കഴുത്തിൽ താലിമാല ഊരുന്നത്. അപ്പൊ അത് ആരും സഹിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടക്കാൻ ഇനി ഒരു ചാൻസും കാണുന്നില്ല. ഇനി പിന്നെ കുറെ നാളിന് ശേഷം ചിലപ്പോ കല്യാണം നടക്കുമായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ദിലീപിന്റെ അച്ഛൻ മരിച്ചതിന് കാരണക്കാരൻ ഗംഗപ്രസാദ് ആണെന്ന് കിരണ മനസ്സിലാവാട്ടോ. കിരൺ അങ്ങനെ ഗംഗപ്രസാദിനെ അന്വേഷിച്ചടക്കാണ്. കാരണം ആ ഭാഗത്ത് എവിടെയോ തന്നെ ഗംഗപ്രസാദ് ഉണ്ടെന്ന് നമ്മുടെ കിരണിനെ മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോ എന്തൊക്കെ വന്നാലും അവനെ നടുറോട്ടി കണ്ടാലും അവിടെ നിന്ന് വെട്ടിക്കൊല്ലു എന്ന് വിചാരിച്ചു കിരൺ അങ്ങനെ തന്നെ പോകുന്ന സമയത്ത് കറക്റ്റ് കിരണിന്റെ കൺമുമ്പിൽ തന്നെ ഗംഗപ്രസാദ് പെടുവാട്ടോ. അവിടെ എവിടെയോ ഒരു കടയുടെ മൂലക്കിരുന്ന് സംസാരിച്ചിട്ടും അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കിരൺ പെട്ടെന്നാണ് കാണുന്നത്. കിരൺ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് ഗംഗയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാട്ടോ. പക്ഷെ ഗംഗപ്രസാദ് കിരണിനെ കാണുന്നില്ല. കിരൺ ഇപ്പൊ വെട്ടിക്കൊല്ലു എന്ന് പറഞ്ഞിട്ടാണ് ഗംഗയുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. എന്തായാലും ഒരിക്കലും വിചാരിക്കാത്ത ഒരു രീതിയിലേക്കാണ് ട്വിസ്റ്റ് പോയത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇൻസ്റ്റാ പോസ്റ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇവർ ഒരുമിച്ച് നിൽക്കുന്നതും അങ്ങനെ നിൽക്കുന്നതും ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോസ് നമ്മൾ കല്യാണം കഴിഞ്ഞ പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ കല്യാണം നടക്കുമോ എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. എന്താ കല്യാണം നടക്കില്ല എന്നാണ് പ്രൊമോ കാണുമ്പോൾ മനസ്സിലാവണത്. പിന്നെ എന്താണ് ആ പോസ്റ്റ് അങ്ങനെ അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.